നാലുപേർക്കും സ്വാഗതം. നമസ്കാരം. വലിയ വിഷയങ്ങൾ നടക്കുന്നു നിർമ്മാതാക്കളും താരങ്ങളുമായിട്ട്. അതുകൊണ്ട് നിർമ്മാതാവിനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും നിർമ്മാതാവിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ താരങ്ങൾക്കെതിരെ കിട്ടണം, അല്ലെങ്കിൽ താരങ്ങൾ നിർമ്മാതാക്കൾക്ക് എതിരെ പറയണം. ഇതെങ്ങനെ സംഭവിക്കുന്നുള്ളത് നോക്കണം. എന്ത് സംഭവിക്കുന്നതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് വേണം നോക്കാം, എന്ത് വേണേ നമുക്കൊന്ന് പിടിക്കാം. പിന്നെ പ്രീമിയർ കാറുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഓർത്ത് പ്രീമിയർ പഴയ പത്മിനിക്കാരാന്ന് ഓർത്ത്. കാറുമല്ലാത്ത വലിയ കാറുമായിട്ട് വന്നിട്ട് എയറിൽ നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി ആപ് കൈസേ ഹും. സ്വന്തമായി പ്രീമിയം കാറുള്ള ആളാണ്. അതെ 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 അറിയാലോ. ഒരു ആവശ്യമില്ലാതെ പ്രീമിയം കാർ അവിടെ എടുത്തിട്ടത് ആരാ? ലിസ്റ്റ് ആ ചോദ്യം നമ്മുടെ അടുത്തല്ല. നമ്മള് ഒരാളുടെ ആ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത്രക്ക് പോപ്പുലർ ആയ അലീനെ എന്റെ ശബ്ദം തിരിച്ചറിയില്ല. ആ ശബ്ദം വേണ്ട, അങ്ങനത്തെ ഒരു ചോദ്യം കേട്ടിട്ട് അലിയെ ചോദിക്കുള്ളൂ എന്ന് മനസ്സിലാക്കണ്ടേ. ഞാൻ പലതും തിരിച്ചറിയും, അറിയാലോ. എന്റെ ഷൂ അവിടെ തരാം, ഷൂസ് ഒക്കെ തരാം. ഞാൻ ദുബായിന്ന് അറിയാതെ ഒരു ഷൂസ് ഇട്ടുണ്ട്. എന്റെ ചെരുപ്പ് എവിടെ 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 പലതും തിരിച്ചറിയുന്നു. അറിയാലോ, അങ്ങോട്ട് പോയി നമ്മള് ഒരേ പായലുണ്ട്. അല്ല ഉണ്ടല്ലോ, ഒരേ പായ കിടന്ന്. എന്തായാലും നല്ലൊരു സിനിമ, ഒരേ പായ കിടന്ന കേസൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണെന്ന് തെളിയിക്കാൻ പോകുന്നു വീണ്ടും. എത്ര കാലം തെളിയിക്കണം? ഇങ്ങനെ തെളിയിച്ചുകൊണ്ടേ ഇരിക്കണം. ഇനി പ്രേക്ഷകർ കണ്ടിട്ട് തീരുമാനിക്കട്ടെ. തെളിച്ചോണ്ടിരിപ്പുണ്ട്. എങ്ങനെ കുറച്ചുകൊണ്ട് തെളിയുന്നില്ല. തെളിക്കുമ്പോഴാണല്ലോ തെളിയുന്നത്. അല്ല തെളിക്കുന്നുണ്ടല്ലേ. പിന്നെ പിഷാരടി, എന്തോ ഈ സിനിമയിൽ എന്താണ് കഥാപാത്രം? പോലീസാണ്. ആരെയൊക്കെ പിടിക്കുന്നുണ്ടോ? ബിരുദന്മാരായ രണ്ടുപേരെ ഇതിനകത്ത് അഴിഞ്ഞാടിയിട്ടുണ്ടെന്നാണ് ഞാൻ ഈ കഥ കേട്ടപ്പോൾ എനിക്ക്. ഞാനും അജുവും പോലീസുകാരാണ്. ധ്യാൻ ഉൾപ്പെടുന്ന, ജീവയൊക്കെ ഉൾപ്പെടുന്ന, ഒരു ദിവ്യദർശനൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഘം. അവര് കാണിക്കുന്ന ഒരു ചെറിയ കൊള്ളരുതായ്മ. ചെറുതല്ലാന്ന് തോന്നുന്നു. സിനിമ കാണുമ്പോൾ വലുതായി ആളുകൾ എടുത്താൽ എനിക്ക് കുഴപ്പമില്ല. അല്ല, ചെറിയ കൊള്ളരുതായ്മ എന്ന് ഉദ്ദേശിച്ചത് മറ്റു പല കൊള്ളരുതായ്മകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ്. കൊള്ളരുതായ്മ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടൊരു ഫുൾ നൈറ്റ് നടക്കുന്ന കഥയാണ് ഇതിലുള്ളത്. ധ്യാനാണ് ഈ പറഞ്ഞതുപോലെ എൻ്റെ ഒരു തിരക്കഥയും പരിപാടികളൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവന് കുറച്ചുകൂടെ അറിയാവുന്ന, പരിചയമുള്ള മേഖലയിൽ നിന്നും കിട്ടിയൊരു കഥയാണ്. ഇത് നടന്ന കാര്യമാണ്. അപ്പോൾ ചില ധ്യാനം നടന്നതല്ലെന്നാണ് അവൻ പറയുന്നത്. അവകാശമാണ്. അപ്പം അവൻ അതിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ടിട്ടുള്ളത് കൊണ്ടും അറിയാവുന്നത് കൊണ്ടും ചില കഥകൾ മാത്രം നമുക്ക് അങ്ങനെയുള്ളൂ. ഇതിനൊരു സിനിമാ സാധ്യത നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിനുണ്ട് എന്ന് തോന്നുകയും അത് സിനിമയായാലും ജീവിതത്തിൽ നടന്നു എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിശ്വസിക്കുക പോലും. അത്ര അവിശ്വസനീയമായ ഒരു കഥ, വളരെ രസകരമായിട്ട് നടന്ന കഥ വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനും അജുവും പോലീസുകാരാണ്. ഞങ്ങൾ ഒരു രണ്ടാം പകുതിയോടുകൂടിയാണ് ഞാനും അജുവും വരുന്നത് സിനിമയിൽ. രണ്ടാം പകുതിയോട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു അഴിഞ്ഞാട്ടം, വിളയാട്ടമാണ് എഴുതി വെച്ചിരിക്കുന്നത്. വിളയാട്ടം അഴിഞ്ഞാട്ടമൊന്നുമില്ല. രണ്ട് പോലീസുകാർക്കൊരു പൊതു സ്വഭാവം ഉണ്ടാവുമല്ലോ. അത്തരത്തിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്ന എല്ലാ ദിവസവും സ്റ്റേഷനിൽ പോയി ഒപ്പിടുന്ന എന്തിന് പറഞ്ഞോ. ആ കൃത്യമായ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവര് കൃത്യമായി അതിനെ മുതലെടുത്ത് കൊണ്ട് ആ രാത്രി ഒരു ഒറ്റ രാത്രി, ഒരു പകലൊരു രാത്രി നടക്കുന്ന കഥയാണ്. അപ്പൊ ആ രാത്രി അത്യാവശ്യം സാമ്പത്തിക നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന ഇവരുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് പ്രവൃത്തികളുണ്ട്. സ്ട്രേറ്റ് ആയിട്ടുള്ള പോലീസുകാരല്ല. കിട്ടിയാൽ ഒരവസരം കിട്ടിയാൽ എല്ലാത്തിലും കൈയിട്ട് വരുന്ന ആർത്തിയുള്ള പോലീസുകാരാ. അതിലൊരാൾ വളരെ പുറമെ ഭയങ്കര നല്ലവനായി കാണുകയും, അത് രമേശാണ് ചെയ്യുന്നത്. അജു ചെയ്യുന്ന കുറച്ച് ഹാർഷായിട്ട് പുറമെ ഇത് ചെയ്യും. പൊതു സ്വഭാവം രണ്ടുപേരും അലവലാദികളാണ്. അത് മനഃപൂർവ്വം അജുവിനെ അങ്ങനെയും പിഷാരടിക്ക് അങ്ങനെ എഴുതി വെച്ചല്ലേ, ജീവിതത്തിൽ ഇവർ അറിയാവുന്നതുകൊണ്ട്. അജുവിന്റെ സ്വഭാവം ശരിക്കും ഇത് പറഞ്ഞാൽ രണ്ടുപേരും കള്ളന്മാരാണല്ലോ. കാര്യമില്ലല്ലോ, കാണിച്ചിട്ടും കാര്യമില്ലല്ലോ. ഈ പിഷു പറഞ്ഞു വെച്ച ഒരു കാര്യത്തിലാണ് ഈ ധ്യാൻ എഴുതി വെച്ച ചില ആളുകൾക്കുണ്ടായ കഥയാണ്. പക്ഷെ ഞാൻ എടുത്തു വെച്ചു ധ്യാനം സംഭവിച്ചാണെന്ന് വെച്ചിട്ടുണ്ട്. എങ്ങനെ ധ്യാനം സംഭവിച്ചവങ്ങൾ ഇതിനകത്തുണ്ടോ? ഇല്ലില്ല, കുറേ നാൾ തന്നെ എൻ്റെ ഒരു സുഹൃത്തിനെ സംഭവിച്ച, മലയാളിയല്ല, ഒരു കഥയാണെന്ന് നമ്മുടെ കഥ പറഞ്ഞിട്ടുണ്ട്. സിനിമയിലോട്ടുള്ളൊരു സാധ്യത പറയുന്നത് ഇതിൻ്റെ പ്രൊജക്റ്റ് ഒക്കെ ആയി ആ ടൈമിലാണ്. ഇതിൻ്റെ ഒരു സിനിമാ സാധ്യതയെക്കുറിച്ച് പറഞ്ഞു. കഥയായിട്ട് പുള്ളിയുടെ ഈ ജീവിതകഥ എപ്പിസോഡ്സ് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂവിലൂടെ കേൾക്കാറില്ലേ, അതുപോലെ പുള്ളി പറഞ്ഞ ഒരു കഥയാണ്. ആ കഥയാണ് വന്നിരിക്കുന്നത് അല്ലേ. ഈ അജു ഇപ്പം ധ്യാൻ്റെ പാത തുടരുന്നുവെന്ന് കൃത്യമായിട്ട് അജു എൻ്റെ ഇൻ്റർവ്യൂവിലും പറഞ്ഞാണ്. എൻ്റെ ഇൻ്റർവ്യൂ അതേ പറഞ്ഞു, ഞാൻ ധ്യാൻ്റെ പാത തുടരുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും സിനിമ,
ഇനി എനിക്കും സിനിമകൾ ചെയ്യണം, ഞാൻ എപ്പോഴും നല്ല ഇന്റർവ്യൂ കൊടുക്കുന്നു, എനിക്കും കുറെ ഇന്റർവ്യൂസ് കൊടുക്കണം, തഗ്ഗുകൾ അടിക്കണം എന്നൊക്കെ ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ ഞാൻ പറഞ്ഞു. അതിൽ കാര്യമില്ല, അപ്പോഴേക്ക് സമരം വന്നല്ലോ. പാത തുടരുന്നതിന് മുന്നേ തന്നെ പാത അടഞ്ഞു അവിടെ സമരം പ്രഖ്യാപിച്ചു. അത് വേറൊരു കാര്യമുണ്ട്. അതിനെതിരെ പ്രതികരിക്കുന്നത് റൂട്ട് മാറ്റാൻ വിചാരിച്ചപ്പോഴാണ് സമരം. ഞാൻ ഇങ്ങനെ മാറ്റാന്ന് വെച്ചു സതയുടെ പേര്. ധ്യാൻ റൂട്ട് മാറ്റി 2.0 ആവാൻ ഞാൻ നന്നാവാൻ തീരുമാനിച്ചതാ. ഇൻഡസ്ട്രിക്ക് അത് വേണ്ടെന്ന് തീരുമാനിച്ചു. ഞാനൊന്ന് നന്നാവാന്ന് വിചാരിച്ചപ്പോഴാണ് ഞാനൊന്ന് നന്നാവാം, ഈ നല്ല സിനിമകൾ മാത്രം നോക്കി കണ്ടൊക്കെ സിനിമ ഞാൻ ആലോചിക്കുമ്പോഴാണ് എന്റെ പഴയ പാത അത് പിന്തുടർന്ന ഒരാൾ വരുന്നത്. എന്തായാലും 2 പാതയും അടഞ്ഞു. സമര പ്രഖ്യാപനമായി. സാറെന്താ തീരുമാനം? എന്താ അല്ല, എനിക്ക് അതിന് മാത്രം പടമില്ല. നിങ്ങൾ പാത പിന്തുടരാൻ നിനക്ക് പടമുണ്ട്, നിങ്ങൾക്കൊക്കെ അങ്ങനെ തരും. ഞാനിപ്പോ ഈ പാതയിൽ വെറുതെ വന്നിട്ട് കാര്യമില്ലാത്തോണ്ട് ഞാൻ മിണ്ടായിരിക്കുക. നമ്മുടെ റൂട്ടിലേക്ക് നമ്മുടെ വഴികൾ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒരു പടം, നാട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ ഒരു ബിരിയാണി കിട്ടും എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു പടം ഇടയ്ക്ക് കിട്ടും, ഞാനത് ചെയ്യും. അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ, ആ റൂട്ടിലേക്ക് പോകുന്നുള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങളെന്തായാലും സമരം ആണല്ലോ, ഒരു അവസ്ഥയിലാണല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, അമേരിക്കയിലൊക്കെ രാജാവ് എന്നാ പറയണേ, അമേരിക്കയിൽ പ്രോഗ്രാം രാജാവാണ്. അമേരിക്കക്കാര് പറയണ പുള്ളിയല്ല, എന്നോട് പറഞ്ഞത് സ്വയം രാജാവാണെന്നാണ്. അല്ലെ പറഞ്ഞു, ഞാൻ പറഞ്ഞു അല്ല ഇവൻ എനിക്ക് ചില സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഒക്കെ വിളികൾ അമേരിക്കയിലെ ഷോയ്ക്കൊക്കെ വിളി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ നടക്കുന്ന ഷോ ഉണ്ട്, നടക്കാത്ത ഷോ ഉണ്ട്, പല വിളി വരും. ഷോയുടെ കാര്യത്തിൽ ഞാൻ രാജാവാണ്, നീ എന്നെ സിനിമയ്ക്ക് വിളിക്കും, ഞാൻ നിന്നെ ഷോയ്ക്ക് വിളിക്കുക എന്ന് പറഞ്ഞു. ഞാനൊരു ധാരണയിലെത്തിയതാണ്. അപ്പൊ അങ്ങനെ ഒരു ബാർട്ടർ പരിപാടിയിൽ അതുകൊണ്ടാണ് കഴിഞ്ഞ അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി ബോംബെക്ക് പോയത്. അത് രാജാവുണ്ടല്ലോ അവിടെ, രാജാവിനെ നമ്പി പോവാന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചു. ആ പാത പിന്തുടരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളവിടെ വരാം. ഇല്ല, സ്റ്റേജിൽ വന്നിട്ട് മിണ്ടായിരുന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല, താങ്കളല്ലേ ജോക്സ് അടിക്കാം, ഇന്റർവ്യൂ കൊടുക്കാം. നീ പറ്റുന്ന ഓപ്പണിംഗ് ഡാൻസ് അടിക്കുക കൈ നിട്ടതാ അല്ലേ? രാജു വർഗീസ്, ലക്ഷ്മി ഗോപാലസ്വാമി ഓപ്പണിംഗ് ഡാൻസ് എന്താ കുഴപ്പം? നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. അവിടെ തന്നെ വിജയിച്ചില്ലേ സംഗതി? നോക്കാവുന്നതാണേ. ഏത് പാട്ടാ? ശിവതോ? ഇങ്ങനെ നിൽക്കുന്നെന്ന് പറഞ്ഞു കൊടുത്ത പാട്ടിട്ട് ശിവൻ. അപ്പൊ അവനെ അറിയാം, അവന്റെ രക്തത്തിൽ സാധനം കിടപ്പുണ്ട്. പറയാൻ പറ്റുമോ? ഇത്ര എളുപ്പത്തിൽ ഒരു നർത്തകിക്ക് അല്ലാതെ അത് കണ്ടുപിടിക്കാൻ അവൻ ആ മുദ്ര ശ്രദ്ധിച്ചു പാട്ടിട്ടു. അപ്പൊ സ്റ്റേജ് വന്ന് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. വേണ്ട, അത് വേണ്ടാന്ന് തീരുമാനിച്ചു. ആ പാതയിലേക്ക് എന്തായാലും മജുവില്ല. സഹ പോയിട്ട് ആ പാതയെങ്കിലും തെളിയിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഒന്ന് ആലോചിക്കാം. ഞങ്ങളെന്തായാലും ഞങ്ങളെന്തായാലും പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഉറപ്പിച്ചു അല്ലേ? ഞങ്ങള് പോകും. അതല്ലാതെ ഇവിടുന്നുള്ള പ്രഷർ ഒന്നും അല്ലല്ലോ അല്ലേ പോകുന്നത്? ഒഴിവാക്കാൻ വേണ്ടി അല്ലല്ലോ അല്ലേ? അല്ലല്ലോ, സ്വയം തീരുമാനിച്ചാണല്ലേ? ഇനിയുള്ള കളി അമേരിക്കയാണല്ലേ? ഒരു ധ്വനിയുണ്ട്. ഇപ്പൊ ഇവിടെ കുറെ കളികൾ. എന്നെ കൂടെ കൊണ്ടുപോകാ ദാസാ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.